എല്ലാവർക്കും നമസ്കാരം. ആഹ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നലെ. ഇന്ത്യ T20 വേൾഡ് കപ്പ് ചാമ്പ്യനായി മാറിയിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇത്. ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ തവണയും ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 തവണ T20 വേൾഡ് കപ്പ് എടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയുടെ ഒരു വളർച്ച സ്പോർട്സിനെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു സൈക്കി, നമ്മുടെ കോൺഫിഡൻസ്. കാരണം ഈ വിന്നിങ് എന്ന് പറയുന്നത് മുഴുവൻ ആക്ച്വലി ഒരു മൈൻഡ് സെറ്റ് ആണ്, ഒരു കളക്റ്റീവ് മൈൻഡ് സെറ്റ് ആണ്. ഞാൻ പണ്ട് ഉപയോഗിക്കാറുണ്ട് ഈ ഒരു ബോഡി ലാംഗ്വേജ്, ടീമിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പണ്ട് ഓസ്ട്രേലിയ ഇതുപോലെ വിൻ ചെയ്തിരുന്ന സമയത്ത്, ചെറുപ്പത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു എന്റെ 20കളിലുള്ള സമയത്ത്, ആ ഓസ്ട്രേലിയൻ ടീം കുളി കഴിഞ്ഞ് കയറി വരുന്ന ഒരു സീൻ. അവരുടെ കുളി കഴിഞ്ഞിട്ട് അവർ കയറി വരുന്ന ഒരു ഫോട്ടോ, ടീം മുഴുവൻ കയറി വരുന്ന ഒരു ഫോട്ടോ അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ വരികയും ഞാനത് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ അവര് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ, അവരൊരു ഒരു നിമിഷം പോലും അവര് ചാമ്പ്യൻ അല്ല എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ ചാമ്പ്യൻ ആകുന്നു എന്നുള്ളതാണ്. ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ എത്രമാത്രം, അതായത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു അന്തരീക്ഷം എത്രമാത്രം മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാഴ്ത്തും, എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള, തുടക്കം മുതൽ ഒടുക്കം വരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വിക്ടറി ആയിരുന്നു ഇന്ത്യയുടേത്. അതോടൊപ്പം തന്നെ എടുത്തു പറയപ്പെടേണ്ട പേരുകളിലൊന്നാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു വിഴിഞ്ഞക്കാരൻ. ഒരു വിഴിഞ്ഞത്ത് നിന്ന് ഒരു വേൾഡിലേക്ക് ഒക്കെ ഇന്ന് രാവിലെ ശ്രീത് പണിക്കരുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. സത്യമാണത്. ഒരു വിഴിഞ്ഞം പോലെ ഒരു സാധാരണ സ്ഥലത്ത് 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ എല്ലാ ദിവസവും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കളിക്കാനായിട്ട് പോകുന്നു, മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യുന്നു. രാവിലെ തന്നെ 2 വണ്ടി കയറി ചെന്ന് ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞതിന് ശേഷം ആ ടാപ്പിന്റെ അടിയിലിരുന്ന് കുളിച്ച് യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകുന്ന, കോളേജിലേക്ക് പോകുന്ന ഒരു സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. സ്വപ്നങ്ങൾ മാത്രം കൈമുതലായി കൊണ്ട് ഒരു കുഗ്രാമം അല്ലെങ്കിൽ ഒരു ഒരു തീരദേശ സ്ഥലത്തുള്ള ഒരു പയ്യൻ, വളരെ ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും മുമ്പില്, അങ്ങനെ കേരളത്തിലെ ടീമിലെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ഇന്ത്യയിൽ കളിച്ച ചരിത്രം പോലും നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് ഓർക്കും. അങ്ങനെ മുന്നിൽ ഒരാള് ഗോഡ് ഫാദർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ബോംബെയിൽ ജനിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, കാരണം ഇത് പണ്ട് ബോംബെയുടെ ക്രിക്കറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ബോംബെയുടെ കളി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത്രമാത്രം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു കേരളത്തിന്റെ മൂലയിൽ നിന്ന് ഒരാൾക്ക് ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യാനും അതിനുശേഷം പലപ്പോഴും കളിക്കാൻ കഴിയാതെ ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ, ഒരു ഒരു കളി പോലും കളിക്കാതെ 2024 വേൾഡ് മാച്ചിന്, വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ഇരിക്കേണ്ടി വരിക. അതിനുശേഷം കളിച്ച കളികളിലൊന്നും വിചാരിച്ച പോലെ പോരാട്ട വീര്യം പുറത്തെടുക്കാൻ പറ്റാതെ വരിക. എപ്പോൾ വേണമെങ്കിലും ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഭീതി എത്ര എത്തിയ ഒരാൾക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്, അതിനുശേഷം ഒരു അവസരം കിട്ടിയപ്പോൾ അടിച്ചു തകർക്കുന്നത് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഒരു ഒരു ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതിൽ, അദ്ദേഹത്തെ ഒരു ടീമിനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കുന്നതിൽ, ഫൈനലിൽ, സെമി ഫൈനലിൽ എത്തിക്കുന്നതിൽ, അത് കഴിഞ്ഞ് ഫൈനലിൽ എത്തിക്കുന്നതിൽ, ആ ഫൈനലിൽ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഓരോ മലയാളിക്കും ഒരു പാഠമാണ്. വെറും ക്രിക്കറ്റർക്ക് മാത്രമല്ല, മറിച്ച് ഏത് മേഖലയിലുള്ളവർക്കും സ്വന്തം മേഖലയിൽ വളരണം, വികസിക്കണം, മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും സഞ്ജുവിന്റെ പ്രകടനവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രകടനവും ഒരു ടീമിന്റെ ഒത്തൊരുമ എല്ലാം എങ്ങനെയാണ് ഒരു വിജയം സൃഷ്ടിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പാഠമാണ്. ഏത് കാലഘട്ടത്തിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു പാഠമാണ്. പലരും ചെറിയ ചെറിയ സെറ്റ് ബാക്സ് വരുമ്പോൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഉടനെ തന്നെ അത് ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ആ മേഖലയിൽ പരാജയപ്പെടുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ വിട്ട് പോകുമ്പോഴാണ് അയാൾ ഏറ്റവും വലിയ നഷ്ടത്തില് അയാൾ പാത്രീകരിക്കുന്നത്. അതായത് അയാൾ ശരിക്കും പറഞ്ഞ ഒരു വലിയ നഷ്ടം ഉണ്ടാകുന്നത് ക്വിറ്റ് ചെയ്യുന്നവർ മാത്രമാണ്, ഇട്ടിട്ട് പോകുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ നേരിടുന്നവർ. ഞാനിത് കാണുമ്പോൾ എനിക്ക് വളരെ, എന്റെ സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു. കാരണം നമ്മളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എത്രയോ വർഷക്കാലം ഈ ആശയം നമ്മുടെ തലയിൽ കയറിയ അന്നു മുതൽ, 96കളിൽ ഇന്ത്യയിൽ വന്ന അന്നു മുതൽ ഈ കളിക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ട് ടൈമറായിട്ടും ഫുൾ ടൈമറായിട്ടും പിന്നെയും പാർട്ട് ടൈമറായിട്ടും ഫുൾ ടൈമറായിട്ടും മാറി 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 ഈ ഇതിനോടുള്ള ഒരു താല്പര്യം കാരണം, ഒരു
പർച്ചേസ് എന്ന് പറയുന്ന ഒരു വാങ്ങൽ പ്രക്രിയ ബോധപരമായിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചാൽ അത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്ന് പറയുന്ന ഒരു ആശയം തന്നെ എത്ര മനോഹരമാണ്. എല്ലാവരും വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഒരു മികച്ച ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അതിനൊരു ബിസിനസ്സാക്കി മാറ്റാൻ കഴിയും. ഒരു വാങ്ങൽ പ്രക്രിയ ഒരു വലിയ ബി ക്വാഡ്രന്റ് ബിസിനസ്സാക്കി പരിവർത്തനം നടത്താൻ കഴിയും എന്നുള്ളത്. അപ്പൊ എന്ന് പരിവർത്തനം നടത്താൻ കഴിഞ്ഞാൽ, എന്ന് ഹിറ്റ് ചെയ്താലും എന്നും ഓർക്കപ്പെടുന്നുള്ളതാണ്. ഇനി സഞ്ജു സാംസൺ ഇന്ത്യൻ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുവരവിന്. എല്ലാ കാലത്തെയും ക്രിക്കറ്റേഴ്സ് ക്ഷമയോടുകൂടി കളിക്കാനും അതിനുശേഷം മെമ്പർ ആയതിനു ശേഷം, ക്രിക്കറ്റ് ടീമിൽ അംഗമായതിനു ശേഷവും നല്ലൊരു അവസരം കിട്ടാനായി പിന്നെയും കാത്തിരിക്കേണ്ടി വരുന്ന എത്രയെത്രയോ ആളുകൾ ഇനിയും വരാൻ കിടക്കുന്നു. ഈ വരാൻ കിടക്കുന്ന ഓരോ മലയാളിക്കും, ക്രിക്കറ്റർക്ക് മാത്രമല്ല, ഓരോ കളിയിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലുള്ള ആളുകൾക്കും സ്വന്തം മേഖലയിൽ പ്രാവീണ്യം നേടാൻ അല്ലെങ്കിൽ അതിനകത്തൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്ന ഓരോ ആളുകൾക്കും പ്രചോദനമാണെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് സ്പോർട്സ് ഒക്കെ എപ്പോഴും ഫിസിക്കൽ ഫിറ്റ്നസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. എപ്പോഴും കിട്ടില്ല, ഒരു ചെറിയ വിൻഡോ മാത്രമേ കിട്ടുള്ളൂ, ചെറിയൊരു വിൻഡോ മാത്രം. സച്ചിനെ പോലെയൊക്കെ ഒരു 16 വയസ്സ് മുതൽ കളിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ അതൊരു വളരെ ചെറിയൊരു വിൻഡോ മാത്രമേ കിട്ടുക. ആ ഒരു സമയത്ത് തന്നെ അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ ചെറിയ തരത്തിലല്ല ആളുകളെ പ്രചോദിപ്പിക്കുക, വളരെ വലിയ രീതിയിൽ തന്നെയാണ് ആളുകൾക്ക് അതൊരു പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാനപ്പോ ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ട് സഞ്ജു സാംസന്റെ പ്രകടനമായിക്കോട്ടെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനമായിക്കോട്ടെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് എന്റെ അഭിപ്രായത്തിൽ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു PPT ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ കളി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കളി കണ്ട് അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ചെയ്ത പ്രക്രിയകളിൽ ഒന്നാണ് ഞാനിപ്പോ ഇരിക്കുന്നത് എന്റെ ലീഡർഷിപ്പ് ടീമിന്റെ മുമ്പിലാണ്. ഞാൻ ലീഡർഷിപ്പ് ടീമിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വിജയം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു PPT ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞാനിതിനെ ഒരു ഫിനിക്സ് റൈസ് എന്നാണ് പറയുക. ചാരത്തിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയരുന്ന ഒരു സഞ്ജു സാംസനെ നമുക്ക് കാണാം. ആ ചിറകുകളിൽ വിജയം വരിച്ച ഇന്ത്യൻ വിക്ടറിയെ നമുക്ക് കാണാം. അപ്പൊ ഇതിൽ നിന്ന് 10 പവർഫുൾ ആയിട്ടുള്ള ലെസൺസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിന് ഉപകാരം ഉണ്ടാകുന്ന 10 ലെസൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്ന് അൺഷേക്കബിൾ ബിലീഫ് എന്നുള്ളതാണ്. അതായത് ഒരിക്കലും തകരാത്ത വിശ്വാസം. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അവനവനിലും ടീമിലും അവനവനിലും കമ്പനിയിലും. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മുടെ കമ്പനിയിലുള്ള വിശ്വാസം, നമ്മുടെ പ്രൊഡക്ട്സിലുള്ള വിശ്വാസം, നമ്മുടെ ടീമിലുള്ള വിശ്വാസം, നമ്മുടെ ടൂൾസിലുള്ള വിശ്വാസം, സർവോപരി അവനവനിൽ തന്നെയുള്ള ഒരു വിശ്വാസം. 143 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ എനിക്ക് ആവശ്യത്തിന് ഉള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഒരു 100, 200, 300 ആളുകളുടെ ആവശ്യമുള്ളെങ്കിൽ 100, 200, 300 ആളുകൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ എന്റെ ജീവിതം മാറി മറിയുമെങ്കിൽ, എന്റെ കുടുംബം മാറി മറിയുമെങ്കിൽ എനിക്കതിന് കഴിയും എന്നുള്ള അചഞ്ചലമായ വിശ്വാസം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അത് പഠിക്കണം. അത് നമുക്ക് ഇന്ത്യൻ ടീമിൽ നിന്ന് ഉൾക്കൊള്ളാം. കാരണം അബ്സല്യൂട്ട് കോൺഫിഡൻസ് ആയിരുന്നു. ഗ്ലോബൽ സൂപ്പർ പവർ എന്നുള്ള നിലയിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ പ്രതിഫലനങ്ങൾ ഏത് മേഖലയിലും കാണാം. സ്പോർട്സിലും ആ ഒരു ആത്മവിശ്വാസം നമുക്ക് കാണാം എന്നുള്ളതാണ്. അപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡലിന്റെ ഏറ്റവും മികച്ച കളിക്കളമാണ് ഇന്ത്യ. 143 കോടി ജനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ. അപ്പൊ അതിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അതിൽ ആണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാ കാലത്തും ആളുകൾക്ക് ഉണ്ടാവണം. അതുപോലെ വളരെ കുറച്ച് സ്കില്ലുകൾ മാത്രം മതി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു വലിയ ആശയത്തിലേക്ക് ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു ജോലി, കണക്ടറുടെ ജോലിയെങ്കിലും കറക്റ്റായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ കഴിയും ജീവിതത്തിൽ എന്നുള്ള ഒരു അൺഷേക്കബിൾ ആയിട്ടുള്ള ബിലീഫും അചഞ്ചലമായിട്ടുള്ള വിശ്വാസവുമാണ് ആദ്യം വളർത്തിയെടുക്കേണ്ടത്. ഈ ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ ഇന്ന് ഈ സഞ്ജുവിന്റെ വിജയവും ഇന്ത്യയുടെ വിജയവും
നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നെവർ ലെറ്റ് ദ ഡൗട്ട്സ് ഓഫ് അതേഴ്സ് ഷാറ്റർ യുവർ കോർ കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാനായിട്ട് ആരുടെയും അഭിപ്രായങ്ങളെ അനുവദിക്കരുത്. വിവരമില്ലാത്തവരുടെ മുമ്പിൽ വില കുറഞ്ഞവരായിട്ട് കാണപ്പെടുമെന്നുള്ളത് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് പലർക്കും പേടിയും ലജ്ജയും ആത്മവിശ്വാസക്കുറവൊക്കെ വരുന്നതിന്റെ കാരണം അതാണ്. വില കുറഞ്ഞവരായി കാണപ്പെടും. ആരുടെ മുമ്പിൽ? വിവരമില്ലാത്തവരുടെ മുമ്പിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരുടെ മുമ്പിൽ. അപ്പൊ അതാണ് ഇവിടെ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ പൊട്ടൻഷ്യൽ, ഇന്ത്യ പോലൊരു രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ മുഴുവൻ കൂടെ നിൽക്കുന്ന സമയത്ത്, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സബ്ജക്റ്റായി മാറിയ സമയത്ത്, ഇത്രമാത്രം പ്രോത്സാഹനങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തരുന്ന സമയത്ത് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അൺഷേക്കബിൾ ആയിട്ടുള്ള ബിലീഫ്. എങ്ങനെയാണോ ഇന്ത്യൻ ടീമും സഞ്ജുവും അവരവരിൽ അൺഷേക്കബിൾ ആയിട്ടുള്ള ബിലീഫ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടത്തുന്ന ഓരോ വ്യക്തിയും, അതിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ IMCയുടെ ഭാഗമായിട്ടുള്ള ഓരോ വ്യക്തിയും ഇന്ന് അൺഷേക്കബിൾ ആയിട്ടുള്ള ബിലീഫ് ഉണ്ടാക്കിയെടുക്കണം. അവനവനിൽ, അവനവന്റെ രാജ്യത്ത്, ഇവിടുത്തെ പൊട്ടൻഷ്യലിൽ, കേരളത്തിന്റെ മാർക്കറ്റിൽ, ആയുർവേദത്തിൽ, അതിൽ IMCയുടെ പ്ലാനിൽ, ഈ പറയുന്ന ടീമിൽ, ഇന്ന് നമുക്ക് കിട്ടിയ സാഹചര്യത്തിൽ, ഇന്ന് നമ്മുടെ ഒരു എൻവറോൺമെന്റിൽ നമുക്ക് കിട്ടിയ തുടക്കത്തിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഗ്രോത്തിന്റെ തുടക്കം തന്നെ കിട്ടി എന്നുള്ളതിൽ ഇതിലൊക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് അൺഷേക്കബിൾ ആയിട്ടുള്ള ഒരു ബിലീഫ്. രണ്ടാമത്തത് ഓവർകമ്മിങ് റിജക്ഷൻ എന്നുള്ളതാണ്. നിരാശകളെ അതിജീവിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പൊ സഞ്ജുവിന്റെ, റിമെമ്പർ സഞ്ജുസ് ഇനീഷ്യൽ അൺസർട്ടനിറ്റി അബൌട്ട് മേക്കിംഗ് ദ പ്ലേയിങ് 11. ഒരു ഈ കളി ടീമിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് പോലും അനിശ്ചിതത്വം ഉണ്ടായിരുന്ന ഒരാളാണ് സഞ്ജു. കാരണം വളരെ മോശം പെർഫോമൻസ് അതിനുശേഷം ഉണ്ടാക്കിയ സമയങ്ങളിലൊക്കെ വിചാരിച്ച പോലെ ഒരു കംബാക്ക് നടത്താൻ പറ്റാതിരുന്നതിന്റെ ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതുപോലെ താൽക്കാലികമായിട്ട് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് നിങ്ങളെ തടയാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, ഒരു പെർഫോമൻസ് കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്താതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തെ കെടുത്തരുത്. നിങ്ങളുടെ സ്പിരിറ്റിനെ, നിങ്ങളുടെ ഒരു ആവേശത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവറി റിജക്ഷൻ ഒരു വലിയ എസ്സിലേക്കുള്ള, ഒരു വലിയ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില വ്യക്തികൾ വരാൻ കിടക്കുകയാണ് ഈ ഇൻഡസ്ട്രിയിലേക്കും കമ്പനിയിലേക്കും ഒക്കെ. 100% ഉറപ്പാണ്. അത്തരത്തിലുള്ള ആളുകൾ വരുമെന്നും അവർ നമ്മുടെ കൂടെ വരുമെന്നും അത് അവർ സക്സസ് ആകുമെന്നും ഒക്കെ കാണുന്ന ഒരു മനഃചിത്രങ്ങളാണ് കൊണ്ടു നടക്കേണ്ടത് എപ്പോഴും. ഒരിക്കലും ഓരോ തവണ വിചാരിക്കുക, ഓരോ റിജക്ഷനും, ഓരോ നോകളും, ഓരോ നിസ്സഹകരണങ്ങളും, ഓരോരുത്തരും വരാമെന്ന് പറഞ്ഞ് വരാതിരിക്കലും, തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കലും, ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കലും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു വലിയ എസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും മോശമായിട്ടാണ് തുടങ്ങുക. മോശമല്ലാതെ ഒരാളും തുടങ്ങിയ ചരിത്രമില്ല. മോശമായിട്ട് തുടങ്ങുമ്പോൾ മാത്രമാണ് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നത്, സംതൃപ്തി ഉണ്ടാകുന്നത്. മറ്റു പലരും നിർത്തിപ്പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ നിർത്തിയില്ല എന്ന്, അവിടെയാണ് റിവാർഡ് കിട്ടുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ടി നിർത്തിപ്പോയേനെ. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. നമ്മളെ പോലുള്ള ആളുകൾ ആലോചിച്ച് നോക്കുക, 10-30 വർഷങ്ങൾ, അതിൽ ഒരു 20 വർഷങ്ങളോളം നിയമങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. ബാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം വെറുതെ ഇരുന്നില്ല, ബാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ റോഡ് കൃത്യമായിരുന്നില്ല, റോഡുകൾ ഉണ്ടായിരുന്നില്ല, ടാറുകൾ ഉണ്ടായിരുന്നില്ല, വ്യക്തമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല, നല്ല കമ്പനികൾ ഉണ്ടായിരുന്നില്ല, കോമ്പിനേഷൻസ് കറക്റ്റ് ആയിരുന്നില്ല, ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണെങ്കിൽ പ്ലാൻ മോശമായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കളിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും, അത് ഇന്റേണൽ സാഹചര്യങ്ങളായിക്കോട്ടെ, എക്സ്റ്റേണൽ സാഹചര്യങ്ങളായിക്കോട്ടെ. ഇതാണ് ഇന്റേണൽ സാഹചര്യങ്ങൾ. നല്ല കമ്പനികൾ ഇല്ലാതെ പോയത്, ഫോറിൻ കമ്പനികൾ ആ വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്, അതിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വരുമാനം കുറഞ്ഞ് വന്നത്, പല ചെറിയ കമ്പനികളിലും കയറുമ്പോൾ കമ്പനികൾ തന്നെ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പലർക്കും വിഷൻ ഇല്ലാതെ പോയത്, ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ മാറിക്കൊണ്ടിരിക്കുന്ന തലവേദന, ഇങ്ങനെ നിരവധി ഇന്റേണൽ തലവേദനകളും എക്സ്റ്റേണൽ തലവേദനകളും ഉണ്ടായിട്ടും ഒരിക്കലും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത ആളുകളാണ് ഓരോ മേഖലയിലും വിജയം വരിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യത്യസ്തമല്ല. ഇപ്പോഴാണ് ശരിയായ സമയം വന്നിട്ടുള്ളത്. ഇപ്പോഴാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറന്ന സമയം, എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സമയം, കൈവച്ചതെല്ലാം വിജയിക്കുന്ന ഒരു സമയം, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സമയം. അവിടെയാണ് 143 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നമുക്ക് ഇന്ന് കളിക്കാനുള്ള അവസരം കിട്ടുന്നതെന്ന് ഓർക്കുക. അപ്പൊ ഒരിക്കലും റിജക്ഷൻ, ലോക്കൽ റിജക്ഷനുകളെ വളരെ പുച്ഛത്തോടുകൂടി, അവഗണനയോടുകൂടി തന്നെ കണക്കാക്കുക. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഈ വ്യവസായത്തിന്റെയും അതിന്റെ പൊട്ടൻഷ്യലും മനസ്സിലാക്കുകയും അതിന് കേരളത്തിന്റെ പ്രാധാന്യവും കേരളത്തിലുള്ള പ്രസക്തിയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന
ആയുർവേദത്തിന്റെ പ്രസക്തിയും നമ്മൾ കിട്ടിയിരിക്കുന്ന അവസരത്തിന്റെ പ്രസക്തിയും അതിന്റെ ഒരു ടൈമിങ്ങും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. മൂന്നാമത് ഞാൻ പറഞ്ഞ പോലെ റൈസിംഗ് ലൈക്ക് എ ഫിനിക്സ്. അപ്പൊ ഒരു വലിയ തിരിച്ചുവരവുകൾക്കുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് വേണ്ടത് തന്നെ സെറ്റ് ബാക്കുകളാണ്. പരാജയങ്ങൾ നേരിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തുകൾ നേടുന്നവരൊക്കെ പരാജയങ്ങളിൽ നിന്ന് ഓടിപ്പോയവരല്ല, പരാജയങ്ങളെ ഫേസ് ചെയ്തവരാണ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഇടുമ്പോഴാണ് നമ്മുടെ മസിലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും റെസിസ്റ്റൻസുകൾ നമ്മളെപ്പോഴും അത് നിന്നെ കൊണ്ട് നടക്കില്ലടാ എന്ന് പറയുമ്പോൾ അതൊരു വാശിയായി മാറുകയും അത് നടത്തി കാണിക്കാനുള്ള ഒരു 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 ഉഷാറുണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പൊ എപ്പോഴും യു മൈറ്റ് ഹിറ്റ് റോക്ക് ബോട്ടം ടു സീ യുവർ വോളിയം ഡ്രോപ്പ്, ബട്ട് യു ക്യാൻ ഓൾവേസ് റീബിൽഡ്. നിങ്ങൾ ഇനി ഒരിക്കലും താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അടിഞ്ഞിട്ടുണ്ടാവും. ഇനി താഴേക്കുള്ള പോക്കില്ല, അങ്ങനെ അടി വീണിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ അടിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ പിന്നെ മുകളിലേക്ക് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ, പിന്നെ താഴേക്ക് പോകാനില്ല. താഴെ അടിച്ചു വീണ ഒരുത്തനെ സമയത്തോളം പിന്നെ മുകളിലേക്ക് മാത്രമേ പോക്കുള്ളൂ. ഇപ്പം ചാരങ്ങളിൽ നിന്ന് ഒരു റിന്യൂഡ് എനർജി ആയിട്ടും അൺസ്റ്റോപ്പബിൾ മൊമെന്റമായിട്ട് നിങ്ങൾക്ക് എണീക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒന്നായിരുന്നു 2009 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ 2009 ഉണ്ടായ ഒരു വലിയ, എനിക്കന്ന് 36 വയസ്സേ ഉള്ളൂ, ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുക്കാൻ പോയതിന് എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്ത് 10 ദിവസം ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 10 ദിവസം കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല പോസ്റ്റിലിരുന്ന ഞാൻ ഞായറാഴ്ച ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ 10 ദിവസം പിടിച്ച് അകത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് എന്റെ ജോലിയില്ല, മാനമില്ല, ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ സ്ഥിരമായി പ്രവർത്തിക്കുമ്പോൾ അത് മണി ചെയ്യുന്നുള്ള ഒരു 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 തെറ്റായ ധാരണ ആളുകൾക്ക് ഉള്ളത് കൊണ്ട് സകലതും നഷ്ടപ്പെട്ട്, കുടുംബ ബന്ധങ്ങളും ശിഥിലമായി, ആകെ എല്ലാം നഷ്ടപ്പെട്ട്, ജോലിയും നഷ്ടപ്പെട്ട്, വരുമാനവും നഷ്ടപ്പെട്ട്, ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നൊരു 36-കാരനുണ്ട്. അന്ന് എനിക്ക് കൂട്ടായത് ഇനി താഴേക്ക് പോകാനില്ലല്ലോ. അഭിമാനവും പോയി, പണവും പോയി, ജോലിയും പോയി, സകലതും പോയി തകർന്നു നിന്ന ഒരാളുണ്ട്, ഒരു 36-കാരൻ, വെറും ഒരു ഗ്രാജുവേറ്റ് ആയ ഒരുത്തൻ. അത് കഴിഞ്ഞ് 17 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ അന്ന് അത് അടിഞ്ഞത് കൊണ്ട് മാത്രം ഞാനൊരു അഡ്വക്കേറ്റ് ആയി മാറി, ഞാനൊരു PhD ഈ ഇൻഡസ്ട്രിയിൽ എടുത്തു. ഇനി ഒരാൾക്ക് ഇതുപോലെ സംഭവിക്കരുതെന്ന് കരുതി ഞാൻ നിയമപരമായിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞാൻ തന്നെ LLB എടുക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തു. ഈ മേഖലയ്ക്ക് ഒരു മേന്മ കിട്ടണം എന്നുള്ള രീതിയിൽ. പിന്നീട് ഇതിനകത്ത് ഏറ്റവും മികച്ച കമ്പനികളിൽ ഏറ്റവും മികച്ച റാങ്കുകൾ അച്ചീവ് ചെയ്തു, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുത്തു, കോടികൾ അതിനുശേഷം ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ പിടിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഇന്ന കമ്പനി എന്ന് ഞാൻ പറയുന്നില്ല. ആരൊക്കെയാണോ ഈ പിടിച്ചു നിന്നിട്ടുള്ളത്, ആരൊക്കെയാണോ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്റ് ചെയ്തിട്ടുള്ളത്, അവരൊക്കെ താൽക്കാലികമായിട്ടുള്ള എല്ലാവരും പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂസിലൊന്നും തളരാതെ ഓരോ വീഴ്ചയിൽ നിന്നും പരമാവധി ശക്തിയോടുകൂടി പിന്നെ എഴുന്നേറ്റ് ഓടിയ ആളുകളാണ് വിജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് പേഷ്യൻസും കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് അതിനോടൊരു വൈകാരികമായ അടുപ്പമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ കളിയോട് നിങ്ങൾക്ക് പ്രണയം ഉണ്ടോ എന്നുള്ളതാണ്. അത് ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് കളിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കളി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനോടൊരു പ്രണയം ഉണ്ടോ? അതാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജു വെയിറ്റഡ് പേഷ്യന്റ്ലി ഫോർ ഇയേഴ്സ് ടു സീ ഹിസ് ഡിഫൈനിങ് മൊമെന്റ്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു 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 അഗ്നിപർവ്വതമായിരുന്നു സഞ്ജു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വോൾക്കന പോലെ ഇരിക്കുകയാണ്. അത് പൊട്ടുമ്പോൾ ഒരു പൊട്ടലാണ്. വർഷങ്ങളോളമുള്ള പ്രാക്ടീസും വർഷങ്ങളോളമുള്ള ആ ഒരു സ്കില്ലുകളും ഒക്കെ പുറത്തേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇതൊരു ഓവർനൈറ്റ് മാജിക് ട്രിക്ക് അല്ല. അതിന് വേണ്ടത് നിലനിന്നിട്ടുള്ള ബാറ്റിംഗ് ആണ്. സ്ഥിരമായി ആളുകളോട് സംസാരിച്ചും സ്ഥിരമായ ആളുകളുടെ അടുത്ത് പ്രോസ്പെക്ട് ചെയ്തും പലതരത്തിലുള്ള റിയാക്ഷൻസ് കണ്ടും അടുത്തും അത് മനസ്സിലാക്കിയും ആളുകളെ ഗെയ്ജ് ചെയ്യാൻ പറ്റിയും കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ കുറഞ്ഞു വരും, നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ കുറഞ്ഞു വരും, നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ കുറഞ്ഞു വരും, നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുന്ന അവസരം കുറഞ്ഞു വരും. അങ്ങനെ 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 ഇതിനകത്തൊരു നിങ്ങൾ മിടുമിടുക്കനായി മാറുന്ന ഒരു കാലമുണ്ടാവും. അപ്പം സ്റ്റേ കൺസിസ്റ്റന്റ് വിത്ത് യുവർ ഡെയിലി പ്രോസ്പെക്ടിംഗ്, പ്രസന്റേഷൻസ് ആൻഡ് ഫോളോ അപ്സ്. സ്ഥിരമായി ചെയ്യേണ്ട ബേസിക്സ് ആണ് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, പ്രസന്റേഷൻ, ഫോളോ അപ്പ്. അപ്പൊ സ്ഥിരമായി അത് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ കോടീശ്വരന്മാരാവാൻ സാഹചര്യം ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള കാലം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇപ്പോഴാണ് എല്ലാ നിയമങ്ങളും കൃത്യമായി പ്ലേസിൽ വന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, പ്രവർത്തിക്കുന്നവർക്കായിക്കോട്ടെ, അത് കസ്റ്റമേഴ്സിനായിക്കോട്ടെ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലുള്ളവർക്കും എല്ലാ തരത്തിലുള്ള നിയമപരമായ സംരക്ഷണവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പ്രചോദനവും ധാരാളം പ്രോത്സാഹനവും, ഇന്ന് അക്കാഡമിക് സൈഡിലാണെങ്കിൽ സർട്ടിഫിക്കേഷൻ തൊട്ട് PhD വരെ നിൽക്കുന്ന എല്ലാം ഗവൺമെന്റ് അംഗീകൃത
സർട്ടിഫിക്കറ്റുകളും PhDയും വരെ കിട്ടുന്ന ഒരു സാഹചര്യം, ഇതിനേക്കാളും മികച്ചൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 143 കോടി ജനങ്ങൾ ഇരിക്കുന്നു, വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, ആളുകളുടെ കയ്യിൽ എന്ത് ചെയ്താലും പണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് കൂടുതൽ ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ. ടെക്നോളജിയുടെ വളർച്ച, ടെക്നോളജി കൊണ്ട് ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ കഴിയുന്നു. പണ്ട് ഫിസിക്കലായിട്ട് തന്നെ പോയി ചെയ്യണമായിരുന്നു, ഫിസിക്കലായിട്ട് പോയി പഠിക്കണമായിരുന്നു, എഴുതണമായിരുന്നു. ഇതൊന്നും ആവശ്യമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പ്രചോദിപ്പിക്കാനും വീഡിയോസ് അയച്ചു കൊടുക്കാനും അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിലും നമ്മൾ ഇതിനകത്ത് തോറ്റു എന്ന് പറയുമ്പോൾ അത്രമാത്രം വർക്ക് ചെയ്യാത്ത, വർക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ അത് തോൽക്കാൻ കഴിയൂ. തോൽക്കാൻ തന്നെ ഇവിടെ കഷ്ടപ്പെടാമെന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ഥിരമായി ഒരു മികച്ച ആശയമോ മികച്ച ഉൽപ്പന്നങ്ങളിലേക്കോ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. വേണ്ടത് എന്താണ്? പേഷ്യൻസും കൺസിസ്റ്റൻസിയാണ്. ഇതൊരു മാരത്തൺ ആണ്, ഇതൊരു 100 മീറ്റേഴ്സ് റേസ് അല്ല. ഇത് ഈ മാസം കൊണ്ട് നേരെയാക്കി എടുക്കാമെന്നോ ഈ ആഴ്ച കൊണ്ട് നേരെയാക്കി എടുക്കാമെന്നോ ഈ ആഴ്ച കൊണ്ട് നോക്കാം, ഈ മാസം കൂടി നോക്കാം, 3 മാസം നോക്കാം എന്ന് പറഞ്ഞ് നോക്കേണ്ട സ്ഥലമല്ല. നിന്ന് കളിച്ച് വിജയിക്കേണ്ട സ്ഥലമാണ്. അവസരങ്ങൾ മുതലാക്കാൻ പഠിക്കുക, അതാണ് 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. 5 കളിയെ കളിച്ചുള്ളൂ പുള്ളി, പക്ഷെ 321 റണ്ണും 2 കളികളിൽ മാൻ ഓഫ് ദ മാച്ചുമായി മാറി എന്നുള്ളതാണ്. അതിനുശേഷം ടൂർണമെന്റിന്റെ കപ്പും എടുത്തു, മാൻ ഓഫ് ദ ടൂർണമെന്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഓരോ പ്രോസ്പെക്റ്റിനെയും സീരിയസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ ഫൈനൽ കളിയായിരിക്കും എന്ന് വിചാരിച്ചു വേണം കളിക്കാൻ. ഇതായിരിക്കും എന്റെ അവസാനത്തെ കളി, ഇതായിരിക്കും എന്റെ അവസാനത്തെ ലാവണം എന്ന് വിചാരിച്ചു വേണം ചെയ്യാൻ. അല്ലാതെ ഏതോ മറ്റൊന്ന് വരുന്നുണ്ട് അതിനു മുമ്പ് പ്രാക്ടീസ് ആണ് ഇത് എന്ന് വരുന്നതല്ല. ഓരോ കളിയും അത് എന്റെ ലാസ്റ്റ് കളിയാവും എന്ന് വിചാരിച്ച് കളിച്ചു നോക്കൂ, കളി മാറും. ഓരോ ദിവസവും ഇതെന്റെ അവസാനത്തെ ദിവസമാണ്, എന്റെ മാക്സിമം പ്രകാശിക്കേണ്ട ദിവസം എന്നാണെന്ന് കരുതി ഒന്ന് പറഞ്ഞു നോക്കൂ, സംസാരിച്ചു നോക്കൂ, കണക്ട് ചെയ്ത് നോക്കൂ. ചുരുക്കത്തിൽ ഗീവ് 100% ഓഫ് യുവർ എനർജി ടു എവറി ഓപ്പർച്യൂണിറ്റി ദാറ്റ് കംസ് യുവർ വേ. മുമ്പിൽ വരുന്ന ഓരോ അവസരത്തിലും 100% പൊട്ടിത്തെറിക്കുന്നവനാവുക എന്നുള്ളതാണ്. ഒരു എനർജിയുടെ വിസ്ഫോടനം നടക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ഉള്ളിലുള്ള കഴിവുകൾ മുഴുവൻ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു അവസരം നമ്മൾ എന്തായി മാറ്റുന്നത്. ഒരു ശരിയായ ഒരു അവസരത്തെ നമ്മുടെ ജീവിതത്തിനെ മാറ്റുന്ന ഒന്നാക്കി കൺവെർട്ട് ചെയ്യാന്ന് പറയും. അവസരം എല്ലാവർക്കും കിട്ടുകയാണ്, ഒരേ അവസരമാണ് കിട്ടുന്നത്, ഒരേ മഴയാണ് പെയ്യുന്നത്, എല്ലാവർക്കും ഒരേ മഴയാണ് കിട്ടുന്നത്, എല്ലാവർക്കും 24 മണിക്കൂറാണ് എല്ലാവർക്കും. പക്ഷെ അത് ആ ഒരു അവസരത്തിലേക്ക് എങ്ങനെ ഓറിയന്റ് ചെയ്യുന്നു, ആ കിട്ടിയ അവസരത്തെ എങ്ങനെ മുതലാക്കുന്നു എന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് പെർഫോം വെൻ ഇറ്റ് മാറ്റേഴ്സ്. എപ്പോഴാണോ നിങ്ങളുടെ പെർഫോമൻസ് പുറത്തേക്ക് എടുക്കേണ്ടത് ആ സമയത്ത് പെർഫോമൻസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ 89 റണ്ണ് എടുക്കുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ അത് അൾട്ടിമേറ്റ് വിൽ പവർ ആണ് കാണിക്കുന്ന ഒരാളുടെ. ബ്രിങ് ഔട്ട് യുവർ അബ്സല്യൂട്ട് ബെസ്റ്റ് ഡ്യൂറിങ് ക്രൂഷ്യൽ മാച്ച് ആൻഡ് ക്ലോസിംഗ്സ്. ഇന്ന് ഈ വ്യവസായത്തിന് ഒരു വലിയ മേന്മ കൈവരുന്ന സമയത്ത് ഈ വ്യവസായത്തിന് മേന്മയുണ്ടെന്ന് കാണിക്കാൻ കഴിയുന്ന കമ്പനികൾ ഏതൊക്കെയാണ് ആലോചിച്ച് നോക്കുക. വരുമാനമുള്ള കമ്പനികളിലുള്ള ആളുകളാണ് അതിന് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇട്ടത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ വരുമാനം ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ്? കാരണം ഈ മേഖലയിൽ പണമുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെയൊക്കെ ജീവിതം കണ്ടിട്ടാണ്. നിങ്ങളുടെ വർക്ക് നിങ്ങളെ മാത്രം അല്ല ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ മേഖല മുന്നോട്ട് പോകുന്നത് ആളുകളിലൂടെയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് അധികം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ എന്തില്ല, വ്യവസായങ്ങളില്ലാത്തൊരു സ്ഥലത്ത്, സർവീസ് ഇൻഡസ്ട്രി മാത്രമുള്ള ഒരു സ്ഥലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ചെയ്യാൻ കഴിയുന്ന അത്ഭുതങ്ങളാണ്. മോശം കമ്പനികളുടെ പ്രവർത്തനം കൊണ്ട് മനസ്സുമെടുത്ത ഒരുപാട് ജനത അവിടെ ഉള്ളപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉദ്ധരിക്കുന്ന ഏക വ്യക്തി നിങ്ങളായിരിക്കും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി മാറും നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ. അപ്പൊ റൈറ്റ് ടൈമാണിത്. ഒരു എക്സ്പ്ലോഷൻ വരാൻ പോവാണ് ഇൻഡസ്ട്രിയിൽ. ആ എക്സ്പ്ലോഷൻ വരുന്നതിന് മുമ്പ് കറക്റ്റ് സമയത്ത് പൊസിഷൻ എടുക്കാൻ കഴിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ പൊസിഷൻ ഏറ്റവും മികച്ചൊരു കമ്പനിയിൽ ഒരു അവസരത്തിലും കയറി എടുക്കാൻ കഴിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് ശരിക്കും എന്താ വേണ്ടത്? സ്റ്റെപ്പ് അപ്പ് ആസ് എ ട്രൂ ലീഡർ വെൻ യുവർ ടീം ഫേസസ് ക്രിട്ടിക്കൽ ചലഞ്ചസ്. ആളുകളുടെ വിവരക്കേടിനെ മാത്രമാണ് നമുക്ക് ഇന്ന് അതിജീവിക്കേണ്ടതായിട്ടുള്ളൂ. മാർക്കറ്റിലെ സാമാന്യം വരുന്ന ആളുകൾക്കൊന്നും ശരിയായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്താണെന്നോ അതിൽ അധികം താമസിക്കാതെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. എന്താണ് IMC എന്ന് അറിയില്ല. അവരുടെ ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ പല കോമ്പിനേഷൻസും തകർന്നിട്ടുണ്ട്. ഒരുപക്ഷെ വില കൂടുതലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാറി മാറി വരുന്ന പ്ലാനുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രയോജനരഹിതമായിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കാം, അധികം പേ ഔട്ട് ഇല്ലാത്ത പ്ലാൻ ആയിരിക്കാം, ദുഷ്കരമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കാം.
അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായ കോമ്പിനേഷനുള്ള ഒരു കമ്പനി ആവാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിഷനും ശരിയല്ലാത്ത ഒരു കമ്പനി ആയതുകൊണ്ടായിരിക്കാം. പല പല കാരണങ്ങളുണ്ടായിരിക്കാം ആളുകൾക്ക് വിജയിക്കാൻ കഴിയാതെ പോയത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ഒരു വലിയ അവസരം വരുമ്പോൾ പെർഫോം, അവസരം കിട്ടുമ്പോൾ പെർഫോം വെൻ ഇറ്റ് മാറ്റേഴ്സ്. അല്ലാണ്ട് അവനവന്റെ കുറെ ആൾക്കാർ ഇരുന്നൊരു കുഴിയിൽ കൂടിയിരുന്ന് വെറും ഒരു കൂപമണ്ഡൂകങ്ങളായിട്ട് മാറുകയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു വലിയ സാധ്യത, ഇന്ത്യയിലുള്ള വലിയ സാധ്യതയിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്ന ഒരു മോഡൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡൽ സക്സസ് ആവുമ്പോൾ അതിനെ പലതവണ നമുക്ക് അതിനെ ശതഗുണീഭവിപ്പിക്കാം, 100 മടങ്ങാക്കി 1000 മടങ്ങാക്കി നമുക്ക് മാറ്റാം. ഒരു മോഡലിനെ സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് വളരെ വലിയ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് തയ്യാറാവുക. പവർ ഓഫ് ടീം വർക്ക്. ഒരു വേൾഡ് കപ്പ് ഒരിക്കലും ഒരു ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഒരാളും വിജയിച്ച ചരിത്രമില്ല. ഒരു കളക്റ്റീവായിട്ട് ഒരേ സ്വപ്നം കാണാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെയാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ ടീമിനെ കാണിച്ചു കൊടുക്കുന്നവനാണ് ലീഡർ. ഇതുവരെ ഇല്ലാത്തൊരു ജീവിതം മറ്റുള്ളവർക്ക് ഉണ്ട്, അവനുണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അവന്റെ മനസ്സിൽ ഒരു ചിത്രം കൊടുക്കുന്ന ആളാണ് ലീഡർ. എവിടെയാണ് IMC വ്യത്യസ്തമായി മാറുന്നത്? പറയുമ്പോൾ ബോർഡിൽ എഴുതാൻ എളുപ്പമാണ്, പക്ഷെ ശരിയായ രീതിയിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ഏറ്റവും മികച്ച വരുമാനം നേടി തരുന്ന ഒരേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉള്ളത് IMC ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ കോമ്പിനേഷൻ നോക്കൂ. സാധാരണക്കാർക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഏത് കമ്പനിയിലാണ് ഏറ്റവും നല്ല വരുമാനമുള്ളത്? IMC അല്ലാതെ മറ്റൊരു കമ്പനിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ തികച്ചും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിലേക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരിക, അവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. 1000 രൂപ കിട്ടുന്ന ഒരാൾക്ക് 2000 രൂപ കിട്ടുന്ന ഒരാൾക്ക് പോലും അയാൾ കൊടുത്ത വോള്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ മികച്ച വരുമാനമായി മാറുന്ന ഒരേ ഒരു കമ്പനി IMC ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അത് പലരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് അതിന്റെ തെളിവുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട്, അത് ഷോക്കേസ് ചെയ്തുകൊണ്ട്, അവരുടെ ഒപ്പം നിന്നുകൊണ്ട്, സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഹോൾഡ് ചെയ്തുകൊണ്ട്, ഹോൾഡ് യുവർ ഡൗൺലൈൻസ് ക്ലോസ് ആൻഡ് എംപവർ ദം അറ്റ് എവറി സ്റ്റെപ്പ്. എംപവർ ചെയ്യാൻ ഒന്നുപോലെ സ്വന്തമായി ചെയ്യുക, അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ അതിന് വിനിയോഗിച്ചുകൊണ്ട്, അപ്ലയൻസിൽ നിന്ന് അതിന് പറ്റുന്ന എംപവേർഡ് ആയിട്ടുള്ള ആളുകളെ എംപവർ ചെയ്യാൻ സഹായിച്ചുകൊണ്ട് നമ്മളും അതിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഒരു വലിയ കളി കളിക്കുന്നത്. Your true success is deeply rooted in the victories of your team members. വിജയിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ടീമിൽ എത്ര സൂപ്പർ സ്റ്റാറുകളുണ്ട്, നിങ്ങളുടെ ടീമിൽ എത്ര സിൽവറുകളുണ്ട്, നിങ്ങളുടെ ടീമിൽ എത്ര ഗോൾഡായി, നിങ്ങളുടെ ടീമിൽ എത്ര റൂബിയായി, ആരാണ് ഇനി അടുത്ത റാങ്കിലേക്ക് വരാൻ പോകുന്നത്, അയാളുടെ കൂടെ നിന്ന്, അയാളെ ജ്വലിപ്പിച്ച് അയാളുടെ കൂടെ നിന്ന് ആ റാങ്കിലേക്ക് അയാളെ എത്തിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വർക്കിന്റെ ഭാഗമായി മാറുമ്പോഴാണ് ഒരു ടീം വർക്ക് അവിടെ വരുന്നത്. ആ ടീം വർക്കിൽ അവർ വിജയിച്ച് കയറുമ്പോൾ നിങ്ങളും വിജയിക്കുന്നുണ്ടാവും. ഒരു സൂപ്പർ സ്റ്റാർ ആക്കി 5 പേരെ മാറ്റിയാൽ നിങ്ങൾ നിൽക്കുന്നത് ആരാന്ന് ആലോചിച്ചു. നിങ്ങളൊരു ചെയർമാനാണ്. ചെറിയ കളിയല്ല അത്. 5 പേരെ സൂപ്പർ സ്റ്റാർ ആവാൻ സഹായിച്ചാൽ പോലും നിങ്ങളൊരു ചെയർമാനാണ്. മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി ദാഹിക്കുകയും അവർക്ക് വേണ്ടി അത് സ്വപ്നം കാണുകയും അവർ കാണുന്നതിനേക്കാൾ കൂടുതൽ അവരെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയും അത് അവരുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഹിഡൻ പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തു വരും. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു സഞ്ജു സാംസൺ. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു സഞ്ജു സാംസൺ. അപ്പൊ അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. സൈലന്റ് ഹാർഡ് വർക്ക്. നമ്മൾ സ്റ്റേജിൽ കയറി തള്ളിലല്ല. നമ്മൾ ആളുകൾ കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പിന്നീട് നമ്മൾ സ്റ്റേജിലെത്തുന്നത്. വലിയ വലിയ വാചകം അടിച്ചിട്ടല്ല മറുപടി കൊടുക്കേണ്ടത്. നമ്മുടെ പെർഫോമൻസ് ആണ്, നമ്മുടെ വരുമാനം, നമ്മുടെ പെർഫോമൻസ്. നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെന്ന് നമ്മൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല. ആളുകൾക്ക് മനസ്സിലാവും. നമ്മുടെ റാങ്ക് കാണുമ്പോൾ, നമ്മുടെ വരുമാനം കാണുമ്പോൾ, ഞാൻ സക്സസ് ആണ്, ഞാനാണ് ഫസ്റ്റ്, ഞാനാണ് ഫാസ്റ്റസ്റ്റ് എന്നൊന്നും പറയണ്ട. ഓൾറെഡി ആളുകൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നന്നായി ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നന്നായി ചെയ്യുന്നത്, ഏത് കമ്പനിയാണ് നന്നായി ചെയ്യുന്നത്. ഇതൊക്കെ ആളുകൾക്ക് പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ മാസീവ് റിസൾട്ട്സ് എവിടെന്നാ വരുന്നത്? മാസീവ് ആക്ഷനിൽ നിന്നാണ്, ശബ്ദം ഉണ്ടാക്കുന്നതിലല്ല. നമ്മുടെ പെർഫോമൻസ് ആണ്. അപ്പൊ എന്താ വേണ്ടത്? വർക്ക് ടയർലെസ്ലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് അണ്ടിൽ ദ സ്പോട്ട്ലൈറ്റ് നാച്ചുറലി ഫൈൻഡ്സ് യു. നമ്മൾ പണിയെടുത്താൽ മതി, മര്യാദക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. നമ്മൾ ലഹള കൂട്ടി പറയണ്ട, സത്യൻ സാറേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട. ഓൾറെഡി പ്രവർത്തിക്കുമ്പോ പെർഫോമൻസ് വരുമ്പോ സ്വാഭാവികമായിട്ട് കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ വരെ നിങ്ങളെ കാണും. ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നല്ല പെർഫോമൻസ് ഉണ്ടല്ലോ, അവർക്ക് കാണാം. ഇത് കണ്ണാടിക്കൂടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തികച്ചും കണ്ണാടിക്കൂട്, പരസ്പരം കാണാം. അപ്പൊ പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കുക. ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. ആദ്യത്തെ 90 ദിവസം പറന്ന് നടക്കാൻ പറഞ്ഞ പറന്ന് നടക്കുക. അതാണ് അതിന്റെ മെത്തേഡ്. ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തുന്നത് വരെ, പെർട്ടിക്കുലർ ഇൻകത്തിലേക്ക് എത്തുന്നത് വരെ, പെർട്ടിക്കുലർ റാങ്കിലേക്ക് എത്തുന്നത് വരെ മരിച്ചു നടക്കണം. അത് ഏത് പാർട്ട് ടൈമർ ആണെങ്കിലും.
അല്ലാതെ ദേഹമനസ്സുകളെ പ്രാഗി ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് മോങ്ങലല്ല വേണ്ടത്. മറിച്ച് കഠിനാധ്വാനം ചെയ്യണം, സ്ഥിരമായ ആളുകളെ കണ്ടുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. ആളുകൾ തീർന്നു എന്ന് ബോധ്യം വന്നാൽ ഉടൻ തന്നെ സർവേ ബുക്കുമായിട്ട് ഇറങ്ങണം. ഒരാഴ്ച അതിനുവേണ്ടി മെനക്കെടണം. ഒരാഴ്ച മെനക്കെട്ടാൽ നിങ്ങൾക്ക് 2-3 മണിക്കൂർ വീതം ഒരാഴ്ച വീതം മെനക്കെട്ട 10-21 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 സർവേ ബുക്ക് തീർക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത ഒരു ജന്മം മുഴുവൻ വർക്ക് ചെയ്യേണ്ട ആളുകളെ കിട്ടും. നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരി, ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ശരി, കൂടെ നിൽക്കേണ്ടവരാണെങ്കിലും ശരി, നിങ്ങൾ അതിൽ കിട്ടിയിരിക്കും. നെറ്റ് വർക്കർ എന്ന് പറയുന്നത് നോട്ട് വർക്കർ അല്ല. നെറ്റ് വർക്കർ എന്ന് പറയുന്നത് നല്ല വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാത്തവനെ അല്ല നെറ്റ് വർക്ക് എന്ന് പറയുന്നത്. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരുന്ന് ആൾക്കാരെ കിട്ടുമെന്ന് നോക്കലല്ല. ഇതിനകത്ത് ദർ ഇസ് നോ സ്മാർട്ട് വർക്ക്, ദർ ഇസ് ഓൺലി ഹാർഡ് വർക്ക്. അതാണ് ഏറ്റവും വലിയ സ്മാർട്ട് വർക്ക്. എന്താണ് കൺക്ലൂഷൻ? ബി എ ട്രൂ ചാമ്പ്യൻ. ബി എ ട്രൂ ചാമ്പ്യൻ. പ്ലെയർ ഓഫ് ദ സീരീസ് എന്നൊക്കെ പറയുന്നത് അൾട്ടിമേറ്റ് റിവാർഡാണ് ഒരാളുടെ ജീവിതത്തിൽ. ഒരു ക്രിക്കറ്റ് കരിയറിൽ തന്നെ നോക്കുമ്പോൾ സഞ്ജു സാംസണെ നോക്കുക. ഇന്ന് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ എത്ര ആളുകൾ ഒരു പ്ലെയർ ഓഫ് ദ സീരീസ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകളാണ്. ഒരു ഇന്ത്യൻ ടീമിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. എത്രയോ ആളുകൾ എത്രയോ കാലങ്ങളോളം തപസ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടും ആണ് ഒരു മുഖം വരുന്നത്, ഒരു ഇന്ത്യൻ പ്ലെയറായി വരുന്നത്. അതിനുശേഷം കളിക്കാൻ കഴിയുക, ആ കളിയിൽ പെർഫോം ചെയ്യാൻ കഴിയുക, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക, അതിൽ തന്നെ ഒരു വിന്നിങ്, ഒരു ടീമിന് വിന്നിങ് കൊടുക്കുക, ഒറ്റയ്ക്ക് കൈപിടിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവം മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ ആലോചിക്കുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ഒക്കെ ബ്രയാൻ ലാറയൊക്കെ അങ്ങനത്തെ ആളായിരുന്നു. ഇൻഡിവിജ്വലി ഒരു ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ അപൂർവം ആളുകളുടെ ഒന്നായിട്ട് ബ്രയാൻ ലാറയെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിലും അൾട്ടിമേറ്റ് റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ഒരു ഇൻകം ലെവലിലേക്ക് എത്തുകയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അവസാനം അതിൽ തട്ടി വീഴുക. ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുകയാണ്, ഒരു ചെറിയ കാര്യങ്ങൾ വെക്കുകയാണ്. 2500 പേഴ്സണൽ ബി വി. എന്തുകൊണ്ടാണ് 2500 പേഴ്സണൽ ബി വി എന്ന് പറയുന്നത്? ഒരാൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ അയാളുടെ വീട്ടില് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, അതിന് സാധിക്കുമെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവരും പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ചായ കുടിക്കുന്നു, പാത്രം കഴുകുന്നു, ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നു, ഈ വെൽനസിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, രോഗപ്രതിരോധ ശേഷികൾ ഉപയോഗിക്കുന്നു ആണെങ്കിൽ 2500 പേഴ്സണൽ ബി വി ഒരു പ്രശ്നമേ അല്ല. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ 10,000-ത്തിനടുത്തുണ്ട്. 7,000-8,000 പേഴ്സണൽ ബി വി ആണ് നമ്മുടെ വീട്ടിൽ വേണ്ടത് വരുന്നത്, എന്റെ വൈഫിന്റെ കുടുംബത്തിനും വേണ്ടി വരുന്നത്. അപ്പൊ അതിന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് പറ്റാത്തത് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട്, അതിനുള്ള പണം ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ വർക്ക് ചെയ്യുക. 10 കസ്റ്റമർ അല്ല, 10 പേര് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെ സൃഷ്ടിച്ചാൽ ഈ 2500 പേഴ്സണൽ ബി വി ഒരു വിഷയമേ അല്ല. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് പോലും നിങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഒന്നുപോലെ സ്കില്ല് വേണം, അല്ലെങ്കിൽ റിസോഴ്സ് വേണം, വരുമാനം വേണം. വരുമാനം ഇല്ലാത്തവൻ സ്കില്ല് ആർജിക്കണം. മിനിമം 2500 പേഴ്സണൽ ബി വിയിലേക്ക് എത്തുക എന്ന് പറയുന്നതൊക്കെ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന പോലെ ബാറ്റ് ചെയ്യാനുള്ള മിനിമം ലെവലാണ്. ഒരു 6-8 കസ്റ്റമേഴ്സ് പോലും ഇല്ലാത്ത ഒരാളാണോ ബിസിനസ് ചെയ്യാൻ പോകുന്നത്? ഒരു ബിസിനസ് പെട്ടിക്കട ഇടുകയാണെങ്കിൽ പോലും വേണമല്ലോ ഒരു 100-150 സ്ഥിരമായ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ പെട്ടിക്കട ഇരുന്നാൽ പോലും അവനെ അവിടെ വിജയിക്കാൻ കഴിയില്ല. രാവിലെ തുറന്ന് രാത്രി മാത്രം അടയ്ക്കുന്ന ഒരു കടയിൽ ഇരുന്നു കൊണ്ട് അയാൾ സൃഷ്ടിക്കുന്ന 150-200 സ്ഥിരം കസ്റ്റമേഴ്സിനെയാണ്. നിങ്ങളുടെ വായ തുറക്കുന്നതിനെയാണ് ഇവിടെ കട എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫീൽഡിലെ ബ്രാൻഡായി മാറുക എന്ന് പറയുന്നതിന് നിങ്ങളുടെ ചെറിയ 2500 പേഴ്സണൽ ബി വിയുടെ ലെവല് പോലും അച്ചീവ് ചെയ്യാൻ പറ്റാതെ അതിൽ പോലും മുക്കിയാണ് നടക്കുന്നതെങ്കിൽ എന്നാണ് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം എത്താൻ പോകുന്നത്? എന്നാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുക? എന്നാണ് നിങ്ങൾക്ക് അലറാൻ കഴിയുക? എന്താണ് നിങ്ങൾ ഈ ബിസിനസ്സിലെ വിജയിയായിട്ട് ആളുകൾ അറിയാൻ പോകുന്നത്? ഓരോ ചെറിയ കഷ്ടപ്പാടുകൾ വരുമ്പോഴും മോങ്ങുന്ന ഒരാളാണെങ്കിൽ, ദുർബലനായിട്ടാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ ആരാണ് അസോസിയേറ്റ് ചെയ്യുക? നിങ്ങളുടെ മിനിമം ഒരു 8 കസ്റ്റമറെങ്കിലും ഉണ്ടാക്കാനുള്ള സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മറ്റൊരാൾക്ക് ലീഡറായി മാറാൻ പോകുന്നത്? ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾ ഒരു മോഡൽ അല്ല എങ്കിൽ, നിങ്ങളുടെ വീട്ടിലില്ലാത്ത നിങ്ങൾ ഉപയോഗിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക? അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ മേഖലയിലെ കളിക്കാരനാണെങ്കിൽ 4 പേര് അറിയണം ഇങ്ങനെ ഒരുത്തൻ കളിക്കുന്നുണ്ട് ആ നാട്ടിൽ നിന്ന്. നമ്മൾ കിടന്ന് കാണിക്കലല്ല, ആളുകൾ പറയണം അവനൊരു നല്ല പ്ലെയർ ആണ്, ഈസ് എ ഗുഡ് പ്ലെയർ, അവന് റാങ്ക് കൊള്ളാം, അവന്റെ വരുമാനം കൊള്ളാം, അവന്റെ നിപ്പ് കൊള്ളാം, അവന്റെ നടപ്പ് കൊള്ളാം, അവൻ ഹൗ ഹി ക്യാരി ഹിംസെൽഫ് അടിപൊളിയാണ്, ഹീസ് എ മോഡൽ എന്ന് പറയാൻ കഴിയണം. ആൻഡ് ബി എ ട്രൂ ചാമ്പ്യൻ. ഇത് ഈ ഒരു സഞ്ജു സാംസന്റെ വിജയം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയം ഒരു ഉണർത്തുപാട്ടായി മാറട്ടെ ഓരോ നെറ്റ്വർക്കറെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ലോങ് ഇന്നിങ്സ് കളിക്കേണ്ടതാണ്.
മരണം വരെ കളിക്കാൻ പറ്റുന്ന ഒരു കളി, മരണം വരെ കളിക്കാൻ പറ്റുന്ന ഒരു കളി. ക്രിക്കറ്റ് കളി കുറച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റില്ല, ആഗ്രഹം ഉണ്ടാവും. സച്ചിൻ ടെണ്ടുൽക്കർക്ക് 42ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വന്നു. 40 കാണുന്നവർ തന്നെ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഒരു മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ, സച്ചിൻ 40ൽ റിട്ടയർ ചെയ്തു, 14 വയസ്സിൽ തുടങ്ങിയിട്ട് 26 കൊല്ലം ബാറ്റ് ചെയ്തു, 40ൽ റിട്ടയർ. 40 കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇതൊക്കെ മരണം വരെ കളിക്കാവുന്ന ഒരു കളിയാണ്. റോബർട്ട് കിയോസാക്കി പറയും, ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള കളി എങ്ങനെയാ കളിക്കേണ്ടതെന്ന് അദ്ദേഹം പറയും. ലൈഫിൽ കളിക്കേണ്ട ഒരു കളി കണ്ടെത്തുക, അതിൽ മിടുക്കനാവുക, അതിൽ വിജയിക്കുക, മരണം വരെ അതിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി ഇൻവെസ്റ്റ്മെന്റിൽ അടിപൊളിയാണ്. ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക, അത് ലിമിറ്റഡ് ആക്കുക, വിൽക്കുക, അഗെയിൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ആ കളി അയാൾ ഏറ്റവും മികച്ചൊരു കളി കീപ്സ് ഓൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അംബാനി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പുതിയ പുതിയ കളികൾ, പുതിയ പുതിയ മേഖലകൾ വരുമ്പോൾ അംബാനി പിന്നെയും അതിനകത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ആ ബിസിനസിനെ ലിമിറ്റഡ് ആക്കി മാറ്റി അതിന് ഷെയർ ഹോൾഡറെ ഉണ്ടാക്കി, അത് അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഹി ഇൻവെസ്റ്റ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് മുകേഷ് അംബാനി. ഞാൻ പറഞ്ഞത്, ഒരു കളി മരണം വരെ കളിക്കാവുന്ന ഒരു കളി, തൊണ്ട ഇല്ലെങ്കിൽ പോലും മൊബൈലിൽ കുത്തി കളിക്കാവുന്ന, ഒരു വിരലെങ്കിലും ഓൺ ആണെങ്കിൽ ആ മൊബൈലിൽ കുത്തിയിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സ്പിരിറ്റ് ഓൺ ആണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ്സ് ഓൺ ആണെങ്കിൽ, ഏറ്റവും കുറഞ്ഞ സ്കില്ല് വെച്ചുകൊണ്ട് 100, 200, 300 ആളുകളെ യോജിപ്പിക്കാനുള്ള കഴിവ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട്, ഇതുവരെ നേടാത്ത ജീവിതത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നേടിക്കൊണ്ട്, നിങ്ങളുടെ ഒരു തലമുറകൾക്കും, നിങ്ങളുടെ പൂർവികന്മാര്, നിങ്ങളുടെ വംശാവലി ഉണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനമ്മമാര്, അവരുടെ അച്ഛനമ്മമാര്, അതിലെ ഒരാളും ചെയ്യാത്ത നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് അടുത്ത പല തലമുറകൾ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഇന്ത്യയിലുള്ളത്. 143 കോടി. നിങ്ങൾ ആഫ്രിക്കയിലല്ല, നിങ്ങൾ ഉഗാണ്ടയിലല്ല ഇരിക്കുന്നത്, നിങ്ങൾ ദ്വീപിലല്ല ഇരിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും അപരിഷ്കൃതരായിട്ടുള്ള രാജ്യത്തല്ല ഇരിക്കുന്നത്. ത്രോബി എന്ന എക്സൈറ്റ്മെന്റ് ഉള്ള 143 കോടി ജനങ്ങൾ, ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്ന ഇന്ത്യ, 4ാമത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള വളരുന്ന ഇന്ത്യ, അഭ്യസ്തവിദ്യരായിട്ടുള്ള കേരളം, ആയുർവേദത്തിന്റെ കളിത്തട്ട് എന്ന് പറയുന്ന തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളം, ഒരു മണ്ണാങ്കട്ട ഇല്ലാത്ത സ്ഥലം, വ്യവസായങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം, രാഷ്ട്രീയം മാത്രം വളരുന്ന, അതാണ് ഏറ്റവും വലിയ ബിസിനസ് ഇവിടെ. രാഷ്ട്രീയവും മദ്യവും, 12 മണി വരെ മദ്യം വിളമ്പുന്ന, ആളുകളുടെ വികസനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സ്ഥലത്ത് സർവീസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വാങ്ങൽ പ്രക്രിയയെ വേണ്ട രീതിയിൽ ഒരു വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സ്ഥിരം ഇറങ്ങി പ്രവർത്തിക്കുക, ബേസിക്സ് ചെയ്യുക. നിങ്ങൾ എന്നാ ലിസ്റ്റ് ഇട്ടേക്കണം, എന്നാ ആളുകളെ കണ്ടേക്കണം, എന്നാ പ്രസന്റേഷൻ നടത്തിയിരിക്കണം, എന്നാ ഫോളോ അപ്പ് ചെയ്തിരിക്കണം, സ്വയം ചോദിക്കുക. നിങ്ങളുടെ ലിസ്റ്റിൽ ഒരാളെ ആഡ് ചെയ്തിട്ട് കാലം എത്രയായി? നിങ്ങൾ ഒരു പുതിയ ആളെ പ്രസന്റേഷൻ നടത്തിയിട്ട് കാലം എത്രയായി? നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് കാലം എത്രയായി? നിങ്ങളായിട്ട് ഒരാളെ സ്പോൺസർ ചെയ്തിട്ട് കാലം എത്രയായി? നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് കാലം എത്രയായി? ഇതല്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്? ചിന്തിച്ചുകൊണ്ടിരിക്കലല്ല. ഇതിനെക്കുറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കലല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് 4 ബേസിക്സ് ആണ്. അത് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ഒരു എക്സ്പെർട്ടായി മാറുമ്പോൾ, മൊബൈൽ വഴിയുള്ള എക്സ്പെർട്ടായി മാറുമ്പോൾ, ഓൺലൈൻ വഴിയുള്ള എക്സ്പെർട്ടായി മാറുമ്പോൾ, നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഒരാൾക്കും നിഷേധിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രക്ചറും മുകളിൽ നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, 100% ഉറപ്പാണ്. വിജയം പ്രവചിക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരാൾക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല നിങ്ങളുടെ വിജയത്തെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസവും ഒരാഴ്ചയും ഒരു മാസവും ഒക്കെ ഉണ്ടാവട്ടെ. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ ആഴ്ചകളിലും സ്കോറുകൾ ചെക്ക് ചെയ്യുമ്പോഴാണ്. ഇതൊക്കെ ഒരേ സ്കോറായിട്ട് കണക്കാക്കുക. നല്ല ബാറ്റിംഗ് പിച്ചാണ്, നല്ല പിച്ചാണ് IMC. അസാധ്യ ടീമാണ് നമ്മുടെ IMC ടീം. ഇന്ത്യ ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് പിച്ചാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ത്യ ഉണ്ടാവും. ആ ഇന്ത്യൻ ഡ്രൈവിംഗ് സീറ്റിൽ IMC ഉണ്ടാവും. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എക്സൈറ്റഡ് ആണ്. വരുന്ന ഓരോ ദിവസങ്ങളിലും ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ കരുതുന്നു. എക്സൈറ്റഡ് ആയിട്ടുള്ളവർക്ക് കൂടെ നിൽക്കാം. അല്ലാത്തവർക്ക് ജീവിതത്തിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളി കളിച്ച് വിജയിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇന്നത്തെ റെക്കോർഡിംഗ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാം.